ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതിനകത്ത് നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യലായിട്ടുള്ള വെള്ളരിക്ക പച്ചടിയാണ്. സദ്യയിലെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അത് നമ്മുടെ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതിയാണ്. അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേവിക്കാവുന്നതേ ഉള്ളൂ. കുക്കറിലാണ് വേവിക്കണമെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാകുമ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളരിക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ വെള്ളരിക്ക ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വെള്ളരിക്ക വേകണ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്. തേങ്ങ ഒന്നും ഒത്തിരി ആവശ്യമില്ല, 1/4 കപ്പ് മതിയാവും. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. പിന്നെ പച്ചടിക്ക് ഒത്തിരിയൊന്നും എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പം കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകമാണ്. ജീരകം എന്ന് പറയുമ്പോൾ ക്യൂമിൻ സീഡ്സ്, ചെറിയ ജീരകം ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് കടുക്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ല മഷി പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നോക്കി, നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ വെള്ളരിക്ക ഓൾമോസ്റ്റ് വേവാറായിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് വേവണം. വെള്ളം ഒന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. ഇനി നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് കുറച്ച് തൈരാണ്. തൈര് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/2 കപ്പാണ്. ഇത് നമുക്ക് മിക്സി ബൗളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഒത്തിരി മോര് പോലെ ആകരുത്, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കട്ടകൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം, അത്രയും മതി. ഇപ്പോൾ അതാ നമ്മുടെ തൈര് ഞാനിവിടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് അടിച്ചെടുത്താൽ മതി. ഒത്തിരി മോര് പോലെ ആയിട്ടില്ല, കട്ടകൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. തൈര് എടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പുളിയുള്ള തൈര് വെച്ച് പച്ചടി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതാ നോക്കിയേ, നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വെള്ളരിക്കയൊക്കെ നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടൊരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ഇപ്പം ഞാൻ കുറച്ചാണ് ഇട്ടേക്കണത്. ഇപ്പം നമ്മൾ ചേർക്കണ തൈരും അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ. തണുപ്പോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് വേണം നമുക്ക് പച്ചടിയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 4-5 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു. നമ്മുടെ അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ടകളൊക്കെ ഉടച്ച് വെച്ചേക്കണ തൈര്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. തൈര് ചേർത്താൽ പിന്നെ തിളക്കരുത്, ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ മതി. തിളച്ചാൽ പിന്നെ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പ് കുറച്ച് കുറവുണ്ട്, കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ അതാ നമ്മുടെ തൈര് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്കൊന്ന് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ അതാ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തത്. തീ ഓഫ് ചെയ്തു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിന് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി. സദ്യയിലെ അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ധൈര്യമായിട്ട് ഉണ്ടാക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്.